Hi students, hope all are fine and safe at your home. In the last class we have discussed the second midterm assessment questions. In today's class we will discuss two exercises in GeoGebra. So by doing this exercise the students are able to know about the concepts of circles. So dear students, today we are going to discuss these two questions. Okay, so these two questions are there in your textbook, page number 33. In your textbook, page number 33, you can see these two questions. So let us do these two questions in GeoGebra. Okay, I repeat, in your textbook, page number 33, you can see these assessments. Okay, the first two assessments. So let us start the first one. Draw a circle with radius 5 cm. So in GeoGebra, first you have to draw a circle with radius 5 cm. So I am going to open GeoGebra. You have to draw a circle with radius 5 cm. So take the circle tool at the top left corner, you can see circle tool, and select the second tool, circle with center and radius, and you click on any point on GeoGebra. I'm going to click here, left click, then it will ask for the radius. Here you have to draw the radius with 5 centimeters, so you have to type here 5. Okay, and click OK button. Now you can see here it is 5 centimeter radius circle with a center point A. Okay students, so I'll explain in Malayalam. നമ്മളിവിടെ 5 സെന്റിമീറ്റർ ഉള്ള ഒരു റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് വരച്ചത്? നമ്മൾ സർക്കിൾ ടൂളിലെ ഈ രണ്ടാമത്തെ ടൂൾ എടുത്തു, സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ്. എന്നിട്ട് ഇവിടെ GeoGebra വിൻഡോയിൽ ഒരു പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചു. നമ്മൾ 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിള് വരച്ചത്. അപ്പോൾ സർക്കിളിലെ സെൻറ്റർ പോയിന്റ് എന്താണ്? പോയിന്റ് എ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബാക്കി ഭാഗം വായിക്കാം. ഡ്രോ അനദർ സർക്കിൾ. നമുക്ക് വേറൊരു സർക്കിൾ വരയ്ക്കണം. എന്താണ് കണ്ടീഷൻ? ദാറ്റ് പാസസ് ത്രൂ 2 points ഓഫ് ദിസ് സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, പക്ഷെ കണ്ടീഷൻ എന്താണ്? ദാറ്റ് പാസസ് ത്രൂ 2 points ഓഫ് ദിസ് സർക്കിൾ. നമ്മൾ മുമ്പ് വരച്ച സർക്കിളിലെ 2 പോയിന്റിലൂടെ വേണം ഈ രണ്ടാമത് വരയ്ക്കുന്ന സർക്കിളും പോകേണ്ടത്. ഓക്കെ, അപ്പോൾ സാർ കാണിച്ചു തരാം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സർക്കിളിന് അടുത്തുള്ള പോയിന്റിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും റേഡിയസ് ചോദിക്കും. യു ക്യാൻ ഗിവ് എനി റേഡിയസ്. അത് 5 സെന്റിമീറ്റർ ആയിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസ് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 സെന്റിമീറ്റർ കൊടുക്കുകയാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ കണ്ടോ ഈ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, ഹിയർ ഓൾസോ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ മുമ്പ് വരച്ച സർക്കിളിൽ കൂടെ 2 പോയിന്റിലൂടെ കടന്നു പോകണം രണ്ടാമത് വരച്ച സർക്കിൾ. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, സാർ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. ആദ്യം നമ്മൾ വരച്ച സർക്കിള് ഈ വലിയ സർക്കിളാണ്. അത് 5 സെന്റിമീറ്റർ റേഡിയസ് ഉണ്ട്. ഓക്കെ,
ഇനി രണ്ടാമത് വരയ്ക്കുന്ന സർക്കിൾ എങ്ങനെയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഡ്രോ അനദർ സർക്കിൾ ദാറ്റ് പാസസ് ത്രൂ 2 points ഓഫ് ദിസ് സർക്കിൾ. അപ്പോൾ രണ്ടാമത് വരയ്ക്കുന്ന സർക്കിള് ആദ്യത്തെ സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റിലൂടെ കടന്ന് പോകണം. ഐ റിപ്പീറ്റ്, രണ്ടാമത് വരയ്ക്കുന്ന സർക്കിള് ആദ്യം വരച്ച സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റിലൂടെ കടന്നു പോകണം. ഇവിടെ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ നോക്കിയേ. ഇവിടെ 2 പോയിന്റിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് ഇതാണ്, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. പോയിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ കാണാം. ഇവിടെ ഈ രണ്ടാമത്തെ ടൂള് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ടൂൾ കണ്ടോ, പോയിന്റ്. ഓക്കെ, അപ്പോൾ ആദ്യം കടന്നുപോയ പോയിന്റ് ഏതാണ്? ഇവിടെയാണ്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ഇടാം. രണ്ടാമത് കടന്നുപോയത് ഈ പോയിന്റിലാണ്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ സാറ് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ചു. റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യനിൽ രണ്ടാമതൊരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു. ആ രണ്ടാമത് വരയ്ക്കുന്ന സർക്കിളിന്റെ കണ്ടീഷൻ എന്താണ്? യെസ്, രണ്ടാമത് വരയ്ക്കുന്ന സർക്കിള് ആദ്യം വരച്ച സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റിലൂടെ കടന്നു പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 2 പോയിന്റിലൂടെ കടന്നു പോയിട്ടില്ലേ? പോയിന്റ് സി ആൻഡ് പോയിന്റ് ഡി. Okay students, so it may be little difficult for you to understand. അതുകൊണ്ടാണ് സാർ ഇത് വീണ്ടും പറയുന്നത്. നിങ്ങൾ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ദിസ് എക്സസൈസ്. വെരി സിമ്പിൾ. 2 സർക്കിൾ വരയ്ക്കണം. രണ്ടാമത് വരയ്ക്കുന്ന സർക്കിള് ആദ്യത്തെ സർക്കിളിന്റെ 2 പോയിന്റിലൂടെ കടന്നു പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ആദ്യത്തെ പോയിന്റ് സി, രണ്ടാമത്തെ പോയിന്റ് ഡി. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ, അവർ അസസ്മെന്റ്. ഓക്കെ, സോ ലെറ്റ് us move to the next question. So what is our next question? Draw 2 circles that passes through the centers of each other. Okay, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 2 സർക്കിൾ വരയ്ക്കണം. ഓക്കെ, എന്താണ് കണ്ടീഷൻ? ദാറ്റ് പാസ് ത്രൂ ദ സെന്റേഴ്സ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ 2 സർക്കിൾ വരയ്ക്കാം. ആദ്യത്തെ സർക്കിളിന്റെ സെന്ററിലൂടെ വേണം രണ്ടാമത്തെ സർക്കിൾ പാസ് ചെയ്യാൻ. ഇനി രണ്ടാമത്തെ സർക്കിളിന്റെ സെന്ററിലൂടെ വേണം ആദ്യത്തെ സർക്കിള് പാസ് ചെയ്യാൻ. ഓക്കെ, ഒന്നുകൂടി സാറ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തരാം. 2 സർക്കിൾ വരയ്ക്കണം. ഡ്രോ 2 സർക്കിൾസ്. ഓക്കെ, വാട്ട് ഈസ് ദ കണ്ടീഷൻ? ദാറ്റ് പാസ് ത്രൂ ദ സെന്റേഴ്സ് ഓഫ് ഈച്ച് അതർ. അതായത് 2 സർക്കിൾ വരയ്ക്കാം. ആദ്യത്തെ സർക്കിള് രണ്ടാമത്തെ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം. രണ്ടാമത് വരയ്ക്കുന്ന സർക്കിള് ആദ്യത്തെ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സാർ അത് വരച്ച് കാണിച്ചു തരാം ജിയോജീബ്രയിൽ. ഇതുപോലെ തന്നെ സെയിം ടൂൾ എടുക്കുക. സർക്കിൾ ടൂൾസിൽ സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ്. എന്നിട്ട് നിങ്ങൾ ജിയോജീബ്രയിൽ വിൻഡോയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് റേഡിയസ് ചോദിക്കും. ഇവിടെ ഞാൻ 2 സെന്റിമീറ്റർ റേഡിയസ് 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാനിവിടെ ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ്, ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരയ്ക്കാം. ഞാനിവിടെ ലെഫ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യാൻ പോകുന്നു. ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട്, ഈ സെന്റർ പോയിന്റിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള
ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് ഇൻ ദ സർക്കിൾ. ആ ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിൽ സാറ് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും റേഡിയസ് ചോദിക്കും. 2 സെൻറ്റിമീറ്റർ തന്നെ കൊടുക്കണം. ആദ്യത്തെ സർക്കിൾ വരച്ചപ്പോൾ 2 സെൻറ്റിമീറ്റർ കൊടുത്തു. രണ്ടാമത്തെ സർക്കിളിനും 2 സെൻറ്റിമീറ്റർ തന്നെ കൊടുക്കണം. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ആദ്യം വരച്ച സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് ഏതാണ്? എ. അതിലൂടെയാണ് രണ്ടാമത്തെ സർക്കിൾ പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഇനി രണ്ടാമത്തെ വരച്ച സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് ബി. അതിലൂടെയാണ് ആദ്യത്തെ സർക്കിൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ സാർ ഒന്നും കൂടെ വരച്ചു തരാം, ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിൽ സാർ വരയ്ക്കാൻ പോവുകയാണ്. സർക്കിൾ ടൂളിൽ സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് എടുക്കുക. ഓക്കെ, ക്ലിക്ക് ഓൺ എനി പോയിന്റ് ഓൺ ജിയോജീബ്ര വിൻഡോ. ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് റേഡിയസ് ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ് കൊടുക്കാം. സാർ ഇവിടെ 2 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചിരിക്കുകയാണ് വിത്ത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ. സെൻറ്റർ പോയിന്റ് എന്താണ്? സി. ഇനി രണ്ടാമത് വരയ്ക്കുന്ന സർക്കിൾ ഈ സെൻറ്റർ പോയിന്റ് സിയിലൂടെ കടന്നു പോകണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സെൻറ്റർ പോയിന്റിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സർക്കിളും ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഈ സെൻറ്റർ പോയിന്റിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും റേഡിയസ് ചോദിക്കും. 2 സെൻറ്റിമീറ്റർ. ആദ്യം കൊടുത്ത റേഡിയസ് തന്നെ ഈ സർക്കിളിനും കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യം വരച്ച സർക്കിൾ ഇതാണ്. ആ സർക്കിളിലെ സെൻറ്റർ പോയിന്റ് സി ആണ്. അതിലൂടെയാണ് രണ്ടാമത്തെ സർക്കിൾ പാസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് വരച്ച സർക്കിൾ ഇതാണ്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഡി ആണ്. ആ ഡിയിലൂടെയാണ് ആദ്യത്തെ സർക്കിളും പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. What you have to do, you have to repeatedly watch the video. This will be little difficult for you to understand, but repeatedly watch the video and try to do this if it is possible for you. Okay, so please repeat the video again and again, and please understand the concept how to draw these 2 assessments or 2 questions. So we have done 2 exercises in today's class. First we have drawn a circle with 5 centimeter, and we have drawn the another circle that passes through the 2 points of the first circle. And the second exercise was we have drawn 2 circles that pass through the centers of each other. As a homework, you have to draw these 2 exercises. I have shown in the video. We have done 2 exercises. You have to draw the figure in your notebook. Okay, what figure we are getting in these 2 exercises, you have to draw it in your notebook. Also write down the steps for each exercise. So you just try to do this. If you have any difficulties, you have to tell me in the next Google Meet session.